പിന്നെ ശ്വേതാ മേനോൻ ഹോട്ടസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള ലഭ്യമാണ്. വീഡിയോ യൂട്യൂബിൽ അടിച്ചു കൊടുക്കേണ്ട കാര്യം എന്താ താങ്കൾക്ക്? അതെന്തിനാണ് താങ്കൾ പോയി യൂട്യൂബിൽ പോയി തപ്പി ശ്വേതാ മേനോൻ ഹോട്ടസ്റ്റ് വീഡിയോ അടിച്ചു കൊടുക്കേണ്ട കാര്യം എന്താ താങ്കൾക്ക്? അതായത് രണ്ട് പ്രായപൂർത്തിയാകാത്ത രണ്ട് പിള്ളേര് ഈ ഒരു സംഭവം കണ്ടത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇത് ചെക്ക് ചെയ്യുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാതിയായിട്ട് ഞാൻ പോയതും അതുകൊണ്ട് തന്നെയാണ്. മാർട്ടിൻ, താങ്കൾ ഈ അശ്ലീല വെബ്സൈറ്റുകൾ കാണുന്ന ഒരാളാണോ? അല്ല. പിന്നെ എങ്ങനെയാണ് താങ്കൾക്ക് ഈ പരാതിയിൽ ഒരു കുന്ന് ലിങ്ക് താങ്കൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാൻ പോലും ഉറപ്പ് തോന്നുന്ന ഒരു കുന്ന് ലിങ്ക്? ഈ ലിങ്ക് ഞാനൊന്ന് നോക്കി കേട്ടോ. ഒരൊറ്റ മിനിറ്റ്, ഈ ലിങ്കുകൾ ഞാനൊന്ന് എന്റെ ഫോണിൽ തുറക്കാൻ നോക്കി. ഫോണിൽ തുറക്കുന്നില്ല. കാരണം എന്താണെന്ന് അറിയോ? അത് രാജ്യത്ത് ബാൻഡ് ലിങ്കുകളാണ്. താങ്കൾക്ക് എങ്ങനെയാണ് രാജ്യത്ത് ബാൻഡായ ഈ പറയുന്ന അശ്ലീൽ ലിങ്കുകൾ കയറി ഇതൊക്കെ കാണാൻ പറ്റുന്നത്? എങ്ങനെയാണ് താങ്കൾക്ക് മാത്രം, മാർട്ടിൻ വേനാച്ചേരി? ഇത് രണ്ട് കുട്ടികൾ, പ്രായപൂർത്തിയാകാത്ത രണ്ട് കുട്ടികൾ ഇത് കണ്ടത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇത് ചെക്ക് ചെയ്തത്. അപ്പൊ ആ ചെക്ക് ചെയ്തപ്പോഴാണ് ഈ സംഭവങ്ങൾ, ഈ ശ്വേതാ മേനോനെ കുറിച്ചുള്ള സംഭവങ്ങൾ ഞാൻ കണ്ടതും. എന്ത് സംഭവങ്ങൾ? ബന്ധപ്പെട്ട ഞാൻ വക്കീലുമായിട്ട് ഞാൻ, അതായത് ഈ ഹോട്ടസ്റ്റ് വീഡിയോ, ഈ ശ്വേതാ മേനോന്റെ ഇത്തരത്തിലുള്ള താങ്കൾ പോയി ഹോട്ടസ്റ്റ് വീഡിയോ നോക്കി ഈ പ്രായത്തിൽ പോയി സെർച്ച് ചെയ്യല്ലേ? അതൊക്കെ ഞാൻ ഇപ്പൊ പിള്ളേരോട് സെർച്ച് ചെയ്യാത്ത സെർച്ചാ. ഞാൻ ചോദിക്കുന്നതല്ല, ഞാൻ ചോദിക്കുന്നത് രാജ്യത്ത് ബാൻഡായി ഈ പോൺ സൈറ്റുകൾ താങ്കൾക്ക് എങ്ങനെയാണ് ആക്സസിബിൾ ആവുന്നത്? താങ്കൾക്ക് എങ്ങനെയാണ് തുറന്നു നോക്കാൻ പറ്റുന്നത്? താങ്കൾ ഒരു കുന്ന് ഇത്തരം വെബ്സൈറ്റുകൾ, 4 അംഗങ്ങളുടെ അറപ്പുളവാക്കുന്ന വെബ്സൈറ്റുകൾ താങ്കൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 20 വെബ്സൈറ്റ് താങ്കൾ കൊടുത്തേക്കുക. അപ്പൊ താങ്കൾ ഇതൊക്കെ കുത്തിയിരുന്ന് കണ്ടോ? അതെ.